ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയില സൃഷ്ടിക്കുന്ന വിപത്തുകളെ തുറന്നു കാട്ടുന്നതിനാണ് എല്ലാ വർഷവും മെയ് 31 ലോകം പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. തിളക്കമുള്ള ഉൽപ്പന്നങ്ങൾ, ഇരുണ്ട ഉദ്ദേശ്യങ്ങൾ, ആകർഷണീയതയുടെ മുഖം മൂടി അനാവരണം ചെയ്യുന്നു എന്നതാണ് ഇത്തവണത്തെ പുകയില വിരുദ്ധ മുദ്രാവാക്യം. പുകവലിയും പുകയില കൃഷിയും ഒരുപോലെ മനുഷ്യവംശത്തിന്റെ നാശത്തിലേക്കാണ് നയിക്കുന്നത്. പുകയില ഉപയോഗം വഴി ഒരു വർഷം ലോകത്തിൽ ശരാശരി 8 ദശലക്ഷം പേർ മരിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമാണ് ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. പുകവലി നയിക്കുന്നത് ഒട്ടനവധിയായ രോഗങ്ങളിലേക്കാണ്. ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, ചുറ്റുമുള്ളവർക്കും ഹാനികരമാണെന്നതാണ് പുകവലിയുടെ ദൂഷ്യവശങ്ങൾ. കൃഷി ചെയ്യുന്ന കർഷകർ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ആരോഗ്യത്തെ മാത്രമല്ല, രൂക്ഷമായ വനനശീകരണത്തിലേക്കും കൂടിയാണ് പുകയില കൃഷി ലോകത്തെ നയിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകമെമ്പാടും ഓരോ വർഷവും ഏകദേശം 3.5 ദശലക്ഷം ഹെക്ടർ ഭൂമി പുകയില കൃഷിക്കായി പരിവർത്തനം ചെയ്യപ്പെടുന്നുണ്ട്. പുകവലി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനമെടുക്കുക എന്നതാണ് പുകവലി നിർത്താനുള്ള ആദ്യ പോംവഴി. പുകവലി നിർത്തുമ്പോൾ അതിന്റെ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ അഥവാ വിഡ്രോവൽ സിംറ്റംസ് മറികടക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. വിദഗ്ധരുടെ സഹായം തേടുന്നതോടെ പുകയിലയോടുള്ള ആസക്തിയും പിൻവാങ്ങൽ ലക്ഷണങ്ങളും കുറയ്ക്കാൻ സഹായിക്കും. പുകയിലയില്ലാത്ത ജീവിതം എന്തുകൊണ്ടും പുകയിലയുള്ള ജീവിതത്തെക്കാൾ മികച്ചതാണ് എന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്.